നമസ്കാരം, ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. പാറോ ഹരിയാനയിൽ വിൽപ്പനച്ചരക്കായി മാറുന്ന ഓരോ സ്ത്രീയുടെ മേലും മുദ്രകുത്തപ്പെടുന്ന ഒരു പേരാണ് പാറോ എന്നുള്ളത്. ഉത്തരേന്ത്യയിൽ പ്രധാനമായും ഹരിയാനയിൽ ഇന്നും നിലനിൽക്കുന്ന ഭാര്യ കച്ചവടത്തിന്റെ ഓമന പേരാണ് പാറോ. വില കൊടുത്തു വാങ്ങുന്നവർ എന്ന അർത്ഥം വരുന്നതാണ് പാറോ എന്ന വാക്ക്. ഇന്ത്യയിൽ തന്നെയുള്ള ഈ ജില്ലയിലെ ആൾക്കാർ സ്ത്രീകളെ കൂടെ താമസിക്കാൻ കൊണ്ടുവരുന്നത് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ മാത്രമാണ്. പ്രസവം കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയിൽ അമ്മയ്ക്ക് ഒരവകാശവുമില്ല. മാത്രമല്ല, അവളെ വിറ്റുകളയുന്നതാണ് നാട്ടുനടപ്പ്. ഇത്തരം ഗ്രാമങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയില്ല എന്നുള്ളതാണ് സത്യം. അസം, ജാർഖണ്ഡ് തുടങ്ങിയ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലെ പെൺകുട്ടികളെ നല്ല ജോലിയുടെയും വിവാഹ ജീവിതത്തിന്റെയും പേരിൽ കെണിയിൽ കുടുക്കിയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കന്നുകാലികളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പന നടത്തപ്പെടുന്ന സ്ത്രീകളും പെൺകുട്ടികളും മോദിയുടെ ഭരണകാലത്തും ഉത്തരേന്ത്യയിൽ അടിമജീവിതം തുടരുന്നു എന്നുള്ളത് വളരെ വിരോധാഭാസം തന്നെയാണ്. പാറോ എന്ന പേരിൽ വിളിക്കപ്പെടുന്ന ഇവരെ വെറും 10,000 രൂപയ്ക്ക് അല്ലെങ്കിൽ വീട്ടുകാരുടെ ദാരിദ്ര്യമനുസരിച്ച് അതിലും കുറഞ്ഞ തുകയ്ക്കാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. എല്ലാ തരത്തിലുമുള്ള ഉപയോഗപ്പെടുത്തലുകൾക്കും വിധേയപ്പെട്ട് തീർത്തും അടിമകളെപ്പോലെയാണ് ഇവർ ജീവിതം കഴിക്കുന്നത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ ജനസംഖ്യ വളരെ കുറവുള്ള ഹരിയാനയിൽ ബംഗാൾ, അസം, ഒഡീഷ, ബീഹാർ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്ത്രീകളെ വില കൊടുത്തു വാങ്ങുന്നു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ രീതി ഇന്നും നിലനിൽക്കുകയാണ്. മികച്ച ജീവിതം എന്ന മോഹവുമായി ഇവിടെ എത്തുന്ന പെൺകുട്ടികൾക്ക് പക്ഷേ ഭർത്താവെന്ന പോലും ഉറപ്പിച്ചു പറയാൻ സാധിക്കാത്ത പുരുഷന്മാരുടെ അടിമകളായി കഴിയാനാണ് യോഗം. പലരെയും ഔദ്യോഗികമായി വിവാഹം പോലും ചെയ്യാറില്ല. കഴിഞ്ഞ 12 വർഷമായി ഷബ്നം എന്ന സ്ത്രീക്ക് 4 ഭർത്താക്കന്മാരാണ് ഉണ്ടായത്. എന്നാൽ ഇവരിൽ ഒരാളെ പോലും അവർ വിവാഹം ചെയ്തിട്ടില്ല. 13 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ആസാമിലെ നാഗോൺ ജില്ലയിലെ അവളുടെ വീട്ടിൽ ദീദി എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീ എത്തിയത്. താജ്മഹലും ചെങ്കോട്ടയും കുത്തബ് മിനാറുമെല്ലാം കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാണ് ആ കുട്ടിയെ അവർ കൂടെ കൂട്ടുന്നത്. അച്ഛനമ്മമാരും പറഞ്ഞു, ദീദിയുടെ കൂടെ പോയാൽ മതി, താജ്മഹലും ചെങ്കോട്ടയും എല്ലാം കാണാം. വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഷബ്നം അവരോടൊപ്പം യാത്ര തിരിച്ചു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം തന്റെ 9ാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ച് 4ാമത്തെ ഭർത്താവിന്റെ വീട്ടിൽ ഷബ്നം ഇപ്പോൾ നിൽക്കുമ്പോൾ അവൾക്കറിയാം ദീദി തന്നോട് പറഞ്ഞത് കളവായിരുന്നുവെന്ന്. ഒരിക്കലും ചെങ്കോട്ടയോ ഒന്നും തന്നെ അവൾ ഒരിക്കലും കണ്ടില്ല. കുഞ്ഞിന് ജന്മം നൽകിയാൽ ഉടൻ തന്നെ ഭർത്താവ് വിറ്റുകളയുമെന്നും അവൾക്കിപ്പോൾ നന്നായി അറിയാം. പെൺകുട്ടികളുടെ ജനന നിരക്ക് കുറവായ ഹരിയാനയിൽ ഇപ്പോഴും പ്രചാരത്തിലുള്ള ഭാര്യ കൈമാറ്റത്തിന്റെ ഒരു ഇര മാത്രമാണ് ഷബ്നം. ആസാമിൽ നിന്ന് ഹരിയാനയിലേക്ക് കൊണ്ടുവന്നു വിട്ടതാണ് ഷബ്നത്തെ. പാറോ ആയി മാറിക്കഴിഞ്ഞ ഷബ്നത്തിന് പിന്നീട് അസമിലേക്ക് തിരികെ പോകാൻ കഴിഞ്ഞിട്ടില്ല. 40കാരനായ റഹീം എന്നയാളുടെ ഭാര്യയാണ് ഇപ്പോൾ. 30,000 രൂപയ്ക്കാണ് ഷബ്നത്തെ വാങ്ങിയത്. എന്നാൽ പെൺകുട്ടി ജനിച്ചതോടെ ഇയാൾ തന്നെ വിറ്റുകളഞ്ഞു എന്നാണ് ഷബ്നം വിശദമാക്കുന്നത്. ഹരിയാനയിലെ നൂഹ് ജില്ലയിലെ മേവാത്ത് ഗ്രാമത്തിൽ തന്നെയുള്ള മറ്റൊരാൾക്ക് റഹീം ഷബ്നത്തെ വിൽക്കുകയായിരുന്നു. ഭർത്താക്കന്മാർക്ക് താല്പര്യം കുറയാനുള്ള പ്രധാന കാരണമായാണ് പെൺകുട്ടികളുടെ ജനനം എന്നും ഷബ്നം പറയുന്നു. ഇത്തരത്തിൽ തന്നെ വിൽക്കാൻ പോകുന്ന 4ാമത്തെ ഭർത്താവിനോടൊപ്പമാണ് താൻ ഇപ്പോൾ താമസിക്കുന്നത്, തന്റെ 9ാമത്തെ കുട്ടിയെ ജന്മം ധരിച്ച്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ ജനസംഖ്യ വളരെ കുറവുള്ള ഹരിയാനയിൽ ബംഗാൾ, അസം, ഒഡീഷ, ബീഹാർ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്ത്രീകളെ വില കൊടുത്തു വാങ്ങുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള രീതി ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് ഖേദകരമായ സത്യം. അസം, ജാർഖണ്ഡ് തുടങ്ങിയ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലെ പെൺകുട്ടികളെ നല്ല ജോലിയുടെയും വിവാഹ ജീവിതത്തിന്റെയും പേരിൽ കെണിയിൽ കുടുക്കിയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആദ്യ ശമ്പളമെന്നോ പെൺകുട്ടികളെ കൈമാറുന്നതിനുള്ള പ്രതിഫലമെന്നോ പേരിൽ പണം നൽകി ഏജന്റ് ഏറ്റെടുക്കുന്നതോടെ ഇവരുടെ അടിമജീവിതം ആരംഭിക്കുകയാണ്. സ്ത്രീ ജനസംഖ്യ കുറവുള്ള ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ഏതെങ്കിലും ഒരാൾക്ക് ഏജന്റ് മറിച്ചു വിൽക്കുന്ന പാറകളുടെ പിന്നീടുള്ള ജീവിതം അടിമകളെക്കാൾ ദയനീയമാണ്. ഈ മനുഷ്യക്കച്ചവടം ഏതെങ്കിലും വിശ്വാസത്തിന്റെയോ ആചാരത്തിന്റെയോ പേരിലൊന്നുമല്ല നടക്കുന്നത്. മറിച്ച് കടുത്ത വർഗീയതയുടെയും വർണ്ണവിവേചനത്തിന്റെയും പേരിലാണ്. ജാതിയുടെയും നിറത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഓരോ സ്ത്രീയുടെയും വില നിശ്ചയിക്കുന്നത്. ഓരോ തവണ വിൽക്കുമ്പോഴും വിലയിൽ മാറ്റം വരും. 10 തവണ വരെ വിൽപ്പനയ്ക്ക് ഇരയായവരുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പുരുഷന് 10 തവണ വരെ ഭാര്യയെ മാറ്റാനും കഴിയും. സ്വന്തം ശരീരത്തോടൊപ്പം തങ്ങളുടെ സ്വപ്നങ്ങളും സ്വാതന്ത്ര്യവുമാണ് ഓരോ സ്ത്രീയും അപ്പപ്പോഴുള്ള ഉടമസ്ഥന് അടിയറവ് വയ്ക്കുന്നത്. സ്വന്തം മാതാപിതാക്കളെ പോലും കാണാനുള്ള അനുവാദം ഇവർക്കില്ല. ഈ 21ാം നൂറ്റാണ്ടിലും ഇതുപോലുള്ള പ്രാകൃത രീതികൾ പിന്തുടരുന്ന ഇന്ത്യ
സ്ത്രീകൾക്ക് ഏറ്റവും അരക്ഷിതമായ രാജ്യമാണെന്ന് പറയുന്ന റിപ്പോർട്ടുകൾ അത്ഭുതപ്പെടുത്തുന്നവയല്ലെന്നും മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കുന്നുണ്ട്. ജാതിയുടെയും നിറത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഓരോ സ്ത്രീയുടെയും വില നിശ്ചയിക്കുന്നതെന്ന് ഷബ്നം വിശദമാക്കി. ഓരോ തവണ വിൽക്കുമ്പോഴും വിലയിൽ മാറ്റം വരുന്നു. 10 തവണ വരെ വിൽപ്പനയ്ക്ക് ഇരയായവരെ തനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ ഷബ്നത്തിന്റെ വാക്കുകൾ ഇടറുന്നുണ്ട്. പലരെയും ഔദ്യോഗികമായി വിവാഹം പോലും ചെയ്യാറില്ല. സ്വന്തം മാതാപിതാക്കളെ കാണാനുള്ള അനുവാദമോ അല്ലെങ്കിൽ ഇവർക്കെതിരെ, ഈ പുതിയ ഭർത്താക്കന്മാർക്കെതിരെ ശബ്ദമുയർത്താനുള്ള ധൈര്യമോ ഇവർക്കില്ല. ഔദ്യോഗികമായ കണക്കുകൾ ലഭ്യമല്ലെങ്കിലും 100 കണക്കിന് പാറോമാരാണ് ഹരിയാനയിലെ വിവിധ ഭാഗങ്ങളിലുള്ളതെന്നാണ് റിപ്പോർട്ട്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 2016-ൽ 8132 മനുഷ്യക്കടത്തു കേസുകളാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 58% കേസുകളിലും 18 വയസ്സിൽ താഴെയുള്ളവരെയാണ് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത്. എന്നാൽ പാറോയെ പോലുള്ള അനധികൃത കച്ചവടങ്ങളിൽ കൂടി എത്ര സ്ത്രീകളെയാണ് വർഷം തോറും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തുന്നതെന്ന് ഇന്നും വ്യക്തമല്ലെന്ന് മനുഷ്യാവകാശ സംഘടനകൾ വിശദമാക്കുന്നു. ഈ അനീതിക്കെതിരെ പോരാടുന്ന ചുരുക്കം ചില സ്ത്രീകളുടെ കഥയും ഹരിയാനയ്ക്ക് പറയാനുണ്ട്. ഹൈദരാബാദ് സ്വദേശിയായ ഗൗസിയ ഖാൻ എന്ന 59-കാരി ഒരിക്കൽ ഒരു പാറോ ആയി ഹരിയാനയിൽ എത്തിയതാണ്. ഇന്ന് ഈ പ്രാകൃത സമ്പ്രദായത്തിനെതിരെ ശക്തമായി പോരാടുന്ന വ്യക്തികളിൽ ഒരാളാണ് ഗൗസിയ. ആദ്യ ഭർത്താവ് മരിച്ച ശേഷം ഭർത്തൃവീട്ടുകാർ നിരവധി തവണ വിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഗൗസിയുടെ നിശ്ചയദാർഢ്യത്തെ ജയിക്കാൻ അവർക്കായിട്ടില്ല. ഇപ്പോൾ ജില്ലാ നിയമസമിതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് കച്ചവടക്കെണിയിൽ അകപ്പെടുന്ന അനേകം സ്ത്രീകളെ രക്ഷിക്കാൻ ഗൗസിയയ്ക്ക് സാധിക്കുന്നു. എങ്കിലും ശക്തമായ നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ ഇതിനെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഗൗസിയ പറയുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഈ അനാചാരം അവസാനിപ്പിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.